നമസ്കാരം. തൃശൂരിൽ പാർലമെന്റ് ഇലക്ഷന് സുരേഷ് ഗോപിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സ്ഥലത്താണ് ഞാനിന്ന് നിൽക്കുന്നത്. സുരേഷ് ഗോപി തന്നെ നേരിട്ട് വന്ന് പ്രവർത്തകർക്ക് മാതൃകയായി താമര ചിഹ്നം വരച്ചു കൊടുത്ത ഒരു സ്ഥലമാണ്. ആദ്യമായിട്ട് തൃശൂരിൽ സുരേഷ് ഗോപി താമര വരച്ച ഒരു സ്ഥലമാണ്. ഇതാണ് ആ ഒരു താമര. ഈ താമര ഐശ്വര്യത്തിന്റെ താമരയാണ്. കാരണം ഇവിടെ നിന്ന് തുടങ്ങിയത് വലിയ ഒരു വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു. പക്ഷെ ഈ സമയത്ത് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയൊരു പ്രസംഗത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനോട് രാജിവെക്കണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കേന്ദ്രമന്ത്രിയായിട്ട് ഇരിക്കുന്നതെന്നെല്ലാമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് താൻ MP ആയതും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിട്ടും കിട്ടുന്ന പണം മുഴുവൻ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുമെന്നും അതാണ് തന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും ഉള്ള വിഷയം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വരുമാന മാർഗമായിട്ടുള്ള സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തമാണ്. അപ്പൊ അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള ഒരു ആരോപണങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരികയുണ്ട്. സൈബർ ആക്രമണം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടും BJP പ്രവർത്തകരോടുമെല്ലാം നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം എന്താണ് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഇവരുടെ മനസ്സെന്താണ് സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രതികരണത്തിൽ എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗം, അതിൽ അദ്ദേഹം പറയുന്നത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കൂടി ഉപകാരമാകും താൻ ഇവിടെ ഒരു MP എന്നുള്ള നിലയിൽ മാത്രം പ്രവർത്തിക്കുകയാണെങ്കിൽ. കേന്ദ്രമന്ത്രി സ്ഥാനം ഇതിന്റെ പേരിൽ പോയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഏതിന്റെ പേരിൽ? ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ പേരിൽ. അപ്പോൾ എന്താണ് ഒരു വോട്ടർ എന്നുള്ള നിലയിൽ യഥാർത്ഥത്തിൽ താങ്കളൊരു പ്രതികരണം എന്താണ് ഈ വിഷയം? സുരേഷ് ഗോപിയെ കുറിച്ച് നമ്മൾ പൊതുവെ വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായ വ്യക്തിയാണ്. അതിലുമപ്പുറം അദ്ദേഹം ഒരു സെലിബ്രിറ്റി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത വരുമാനമായ, അതായത് പൊതുവിൽ അദ്ദേഹം മുൻകാലങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമകളിൽ നിന്ന് അദ്ദേഹം ചെയ്തു വന്ന പ്രവൃത്തികളിൽ നിന്ന്, അതായത് കാരുണ്യ പ്രവർത്തനങ്ങൾ, ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്കെല്ലാമുള്ള ഫണ്ട് അദ്ദേഹം കണ്ടെത്തിയിരുന്നത് സിനിമ എന്ന മാധ്യമത്തിലൂടെയായിരുന്നു. അപ്പോൾ ഭാരതത്തിൻ്റെ മൊത്തം കേന്ദ്ര സഹമന്ത്രിയായി ചാർജ് എടുത്ത അദ്ദേഹം ഈ കേന്ദ്ര സഹമന്ത്രിയായി ചാർജ് എടുക്കുന്നതിന് മുൻപും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിനിമയിൽ നിന്ന് പിന്മാറില്ല, സിനിമ എൻ്റെ ഏക വരുമാന മാർഗമാണ്. പൊതുവെ അദ്ദേഹത്തിൻ്റെ ശമ്പളവും MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം മുഴുവൻ, അതായത് രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവൻ പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിനൊരു കുടുംബമുണ്ട്, അദ്ദേഹത്തെ വിശ്വസിച്ച് കഴിയുന്ന ഒരുപാട് കേരളത്തിലെ അഗതികളായ മക്കളുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സിനിമ ചെയ്തേ പറ്റുള്ളൂ. സിനിമ ചെയ്യാൻ കൂടിയുള്ള ആഗ്രഹം അദ്ദേഹം മുൻപും പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഒന്നുമില്ലാത്തൊരു ആരോപണവുമായി ഈ മുന്നോട്ട് വരുന്ന സൈബർ സഖാക്കളോടായി തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളിവിടെ എന്ത് ചെയ്തു? ഒരു പൊതുപ്രവർത്തകൻ അല്ലാതിരുന്ന അദ്ദേഹം ഈ തൃശ്ശൂരിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കപ്പുറം ഈ 60 കൊല്ലം മാറി മാറി ഭരിച്ച നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തൃശ്ശൂരിന് വേണ്ടി സാധിച്ചു? അദ്ദേഹത്തെ ഇകഴ്ത്തി പറയുന്നവരോട് നിങ്ങളൊന്നും ഒരു കാലത്തും വെളിച്ചം കാണില്ല. ഇപ്പോൾ കാണുന്ന ഈ മാറ്റങ്ങളുടെ തുടക്കം തൃശ്ശൂരിൻ്റെ സുവർണ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് ചിന്തിച്ചു കൊള്ളുക നിങ്ങൾ. കാരണം അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചു വരുന്നു. ഒരു MP സ്ഥാനത്ത് കയറിയിരുന്ന ഉടനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരാളെ കൊണ്ട് സാധിക്കില്ല.
അദ്ദേഹം കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തി അദ്ദേഹം വേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോഴും പൊതുജനങ്ങളുടെ പ്രതീക്ഷ. കാരണം ഇതിനൊക്കെ ഒരു സമയപരിധിയുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം കൃത്യമായി തന്റെ കർമ്മപഥത്തിൽ മുന്നോട്ട് പോകും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്കകത്ത് ഉയരാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും. പിന്നെ അദ്ദേഹം മന്ത്രിയായാലും മന്ത്രി ആയില്ലെങ്കിലും MP ആയാലും MP ആയില്ലെങ്കിലും തൃശ്ശൂരിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹം ചെയ്യുമെന്നുള്ളത് അദ്ദേഹം കാണിച്ചു തന്നെ തന്നെയാണ്. അതിന് ആർക്കും ഒരു സംശയം വേണ്ട. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാര കസേരയുണ്ട്. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് തൃശ്ശൂരിന് പുതിയൊരു മുഖച്ഛായ ഉണ്ടാക്കി തരും എന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളും. നമസ്തേ. ചേട്ടാ, ഇപ്പോൾ സുരേഷ് ഗോപി ആദ്യമായിട്ട് ഈ പ്രവർത്തനം തുടങ്ങിയ സമയത്ത്, ഇലക്ഷൻ വർക്ക് തുടങ്ങിയ സമയത്ത് താമര വരച്ച സ്ഥലമാണിത്. അദ്ദേഹത്തിന്റെ ഒരു വിജയ തുടക്കം ഇവിടെ നിന്നായിരുന്നു. എന്താണ് ഈ ഒരു സമയത്ത് അദ്ദേഹം ഈ താമര ഒരുക്കുന്ന സമയത്ത് താങ്കളുണ്ടായിരുന്നു അവിടെ? അദ്ദേഹം താമര വരച്ചത് ചെറിയൊരു സ്ഥലത്ത് നിന്നല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം കണിമംഗലം എന്ന് പറഞ്ഞാൽ തമ്പുരാന്റെ നാടാണ്. കണിമംഗലത്തെ തമ്പുരാന്റെ നാടാണ് കണിമംഗലം. ഈ കണിമംഗലത്ത് നിന്ന് തുടങ്ങിയ താമരയുടെ തിളക്കം തൃശ്ശൂര് പാർലമെന്റ് മണ്ഡലത്തിനെ മുഴുവൻ വ്യാപിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇത് പുതിയ കാൽവെപ്പാണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അദ്ദേഹം കണിമംഗലത്തെ, അല്ലെങ്കിൽ തൃശ്ശൂരിനെ, അല്ലെങ്കിൽ കേരളത്തിന്, അതുമല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സഹമന്ത്രിയാണ്. ആ മഹാനായ മനുഷ്യന് കർമ്മപഥത്തിൽ മുന്നോട്ട് പോകുവാൻ കണിമംഗലത്തെ ജഗദീശ്വരന്മാർ അദ്ദേഹത്തെ കൂടെ തുണയായിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സുരേഷ് ഗോപി ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് വന്നിട്ട് താമര വരച്ചൊരു സ്ഥലമാണത്. കണിമംഗലം എന്ന് പറയും, തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്തുള്ളൊരു സ്ഥലമാണ്. വലിയ പ്രവർത്തകരുടെ ഒരു ആരവത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്നത്. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട, ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ഒരിക്കൽ കൂടി കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും മറ്റ് BJP എതിർക്കുന്ന രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തിനെ വലിയ തരത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിനു ശേഷം സിനിമയിൽ ഒരിക്കൽ കൂടി സജീവമായിട്ട് അഭിനയിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഇങ്ങനെ വേട്ടയാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തനിക്ക് സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മുഴുവൻ പണവും അദ്ദേഹം ജനങ്ങൾക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് ജനങ്ങളുടെ സേവനത്തിനായിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗമായിട്ടുള്ള സിനിമയിൽ അദ്ദേഹം കൃത്യമായിട്ട് അഭിനയിക്കുമെന്നാണ് പറയുന്നത്. അതിൽ ഒരു തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. എന്താണെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ എടുക്കുന്നതാണ്.